നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ലവ് സംബീഷൻ എന്ന ചൈനീസ് ഡ്രാമയുടെ രണ്ടാമത്തെ എപ്പിസോഡാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തൊരു ഹൈപ്പ് ചെയ്തോളൂ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ ഹീറോയിൻ എങ്ങനെയാണ് പരിചയപ്പെട്ടത് എന്നതിന്റെ വാക്കിയാണ് കാണിക്കുന്നത്. ഹീറോയിനെ കാണാനായിട്ട് അവന്റെ കമ്പനിയിൽ വന്നിട്ടുണ്ട് ഇന്റർവ്യൂ എടുക്കാനായിട്ട്. ഹീറോ ഓരോ കാര്യങ്ങൾ അവന്റെ വർക്കേഴ്സിന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഹീറോയിൻ അങ്ങ് ദൂരെ ഇരിപ്പുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് അവൾ ഈ കൈയില്ലാത്ത ഉടുപ്പ് ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് നല്ല രീതിയിൽ തണുക്കുന്നുണ്ട്. അതല്ല, അവൾക്ക് പനിയുടെ ആരംഭമുണ്ട്. അതും കൂടെ കൊണ്ടാണ് നല്ല രീതിയിൽ തണുക്കുന്നത്. തൊട്ട് മണ്ടയിൽ AC നല്ല സ്പീഡിൽ റൺ ആവുന്നുണ്ട്. സ്പീഡ് മീൻസ് 18 ആയിരിക്കും. എന്തായാലും ഹീറോ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്, ഹീറോയിൻ അവിടെ ഇരുന്ന് തണുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന ഒരാളോട് AC എല്ലാം ഓഫാക്കാൻ പറയും. AC ഓഫാക്കി കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും നല്ല ചൂടെടുത്തിട്ട് അവിടെ ഇരിക്കുന്ന ബുക്കൊക്കെ എടുത്ത് വീശാൻ തുടങ്ങും. എന്നാൽ ഹീറോ ഇതൊന്നും കാര്യമാക്കാതെ വീണ്ടും ക്ലാസ് എടുക്കും. ഹീറോ കോട്ടൊക്കെ ഊരി വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ പറഞ്ഞു വിടും. ഹീറോയിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവൾ വയ്യാതെ പനിച്ച് കിടക്കുകയാണ്. അവളെ തട്ടി വിണിക്കും, ബാ നമുക്ക് ഇന്റർവ്യൂ എടുക്കാൻ പോവാന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഞാൻ ദാ വരുന്നെന്ന് പറഞ്ഞിട്ട് അവൾ പതി എണീക്കാൻ നോക്കുമെങ്കിലും അവളെ കൊണ്ട് പറ്റുന്നില്ല. ഹീറോ മുമ്പേ പോകാൻ പോയെങ്കിലും ഇവളെന്താ വരാത്തതെന്ന് നോക്കി മാറി നിൽക്കും. ഇവൾ എണീറ്റ് അവന്റെ പിറകെ പോകാൻ നോക്കുമെങ്കിലും തല ഇറങ്ങി തറയിൽ വീഴും. പനി കൂടിയിട്ട് തല ഇറങ്ങി തറയിൽ വീണയാണ്. ഹീറോ അവൾ തറയിൽ വീഴാതെ പിടിക്കും. അവളെയും പിടിച്ചോണ്ട് നേഴ്സ് റൂമിൽ വന്നിട്ട് അവൾക്ക് ട്രിപ്പ് ഇട്ട് കൊടുക്കും. നേഴ്സ് ഇട്ട് കൊടുക്കും. ഹീറോ ഇതൊക്കെ കണ്ടുകൊണ്ട് മാറിയിരിപ്പുണ്ട്. അവൾ ഈ ബോധമില്ലാതെ കിടക്കുന്ന അവസ്ഥയിലും കയ്യിൽ സൂചി വെച്ച് കുത്തുമ്പോഴേ അവളുടെ മുഖഭാവം മാറുന്നുണ്ട്. ഹീറോ നേഴ്സിനോട് പതിയെ കുത്താൻ പറയും. കാരണം വേദന എടുക്കുന്നില്ലേ. ആർക്കൊക്കെ സിറിഞ്ച് പേടിയുണ്ട്, അതൊരു അസുഖമാണ് കേട്ടോ. എന്തായാലും രാത്രിയായിട്ടും ഹീറോയിനെ വിട്ട് പോകുന്നില്ല, അവിടെ തന്നെ ഉണ്ട്. ഇത്രയും നേരം കഴിഞ്ഞിട്ടാണ് ഹീറോയിൻ കണ്ണ് തുറക്കുന്നത്. ഹീറോയിൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ എന്താണെന്നറിയാതെ ചുറ്റും നോക്കും. ഹീറോ വന്ന് പറഞ്ഞു കൊടുക്കും, നീ എന്നെ കാണാൻ വന്നപ്പോൾ തലയിറങ്ങി വീണു, അങ്ങനെ ഞാനാണ് നിന്നെ ഇവിടെ പിടിച്ചോണ്ട് വന്നതെന്ന്. ഹീറോയിൻ അവനോട് നന്ദി പറയും. അതുമല്ല, ഹീറോന്റെ ഫോണിലോട്ട് ഒരു നോട്ടിഫിക്കേഷൻ വരും, എന്തോ വർക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നീ പോയി ജോലി ചെയ്തോളാൻ ഹീറോനോട് പറയുമ്പോൾ ഹീറോ പറയും, അത് വേണ്ട, നീ എന്നെ കാണാൻ വന്നതല്ലേ, എന്നെ കാണാൻ വന്നപ്പോഴല്ലേ തലയിറങ്ങി വീണത്, അതുകൊണ്ട് ഞാനാണ് ഇതിന്റെ ഉത്തരവാദി, നീ ഭേദപ്പെട്ടിട്ടേ ഞാൻ പോകത്തോളൂ എന്ന് പറഞ്ഞിട്ട് അവളുടെ കൂടെ തന്നെ ഇരിക്കും. അതുമല്ല, ഹീറോയിന് കുടിക്കാനായിട്ട് വെള്ളം കൊടുക്കും. ആ വെള്ളം കുടിക്കുന്ന സമയത്താണ് അവളുടെ കയ്യിൽ ബാൻഡേജ് കാണുന്നത്. അപ്പൊ ഹീറോ പറഞ്ഞു കൊടുക്കും, അതായത് സിറിഞ്ച് ഊരി എടുത്തില്ലേ, അതിനകത്ത് ബാൻഡേജ് ഒട്ടിച്ചു വെച്ചേക്കാണ്, അതിന്റെ ആവശ്യമില്ലല്ലോ. പക്ഷെ അവനൊരു പേടി, എന്തിനാ, അത് ഇച്ചിരി കൂടുതലല്ലേ. എനിക്കറിയില്ല, എന്തായാലും അവ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഹീറോയിൻ ഇത് കാണുമ്പോൾ അവനോടുള്ള ക്രഷ് കൂടും. എന്തായാലും ഹീറോയ്ക്ക് അവളെ ഇഷ്ടമായിരിക്കുമല്ലോ. ഇഷ്ടമല്ലാത്ത ഒരാൾക്ക് വേണ്ടി ഇത്രയും നേരം ഇരിക്കും ആരെങ്കിലും, ഇല്ല. എന്തായാലും കുറച്ച് ദിവസത്തിന് ശേഷം ഹീറോയിനും ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ടും ആയിട്ടുണ്ട്. അമ്മേനെ പരിചയപ്പെടുത്താനായിട്ട് ഹീറോയിനെയും വിളിച്ചുകൊണ്ട് ഹീറോ അവന്റെ വീട്ടിൽ ചെല്ലും. അവിടെ തന്നെ വേറെ 2 ലേഡീസ് ഉണ്ട്, അത് ഈ അമ്മയുടെ ഫ്രണ്ടാണ്. അതല്ല, ഹീറോ അമ്മയുടെ അടുത്ത് വന്നിട്ട് അവൻ അവിടെ നിന്ന് പോകണം, കാരണം അവന്റെ അച്ഛൻ അവനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഗേൾ ഫ്രണ്ടിനെ നോക്കിക്കൊള്ളണേ എന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് മാറിപ്പോകും. ഹീറോയിൻ അമ്മയുടെ കൂടെ അവിടെ ഇരിക്കും. ബാക്കി 2 ലേഡീസും ഉണ്ട്. അമ്മ കുടിക്കാനായിട്ട് വെള്ളം എടുക്കുമ്പോൾ അവളാണ് എടുത്ത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് കാണുമ്പോൾ അമ്മ നോക്കുന്നുണ്ട് എന്തോ ഒരു ഇഷ്ടത്തോടെ, അറിയില്ല. അതുമല്ല, അങ്ങോട്ട് വേറൊരു ലേഡി വരും. അത് ഈ അമ്മയുടെ കൂട്ടുകാരിയോ അല്ലെങ്കിൽ കൂട്ടുകാരിയുടെ മോളോ മറ്റോ ആയിരിക്കണം. എന്തായാലും അവർ വരുമ്പോൾ ഹീറോയിൻ എണീറ്റ് കൊടുക്കും. അവളുടെ ആ ബഹുമാനം കാരണം എണീറ്റ് കൊടുക്കും. നിങ്ങൾ ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് ആ ചെയർ കൊടുക്കുമ്പോൾ അവരവിടെ ഇരിക്കും. അവിടെ ഇരിക്കുന്ന ബാക്കിയുള്ള ആൾക്കാർ അവളോട് ഇരിക്കാനോ അങ്ങനെയൊന്നും പറയുന്നില്ല. എന്ത് മനുഷ്യരാണെന്ന് അറിയാൻ പാടില്ല. ആ സമയം അങ്ങോട്ട് വേറൊരു ലേഡി വരും. അവിടെ വർക്ക് ചെയ്യുന്ന ലേഡിയാണ്. ആ ലേഡി ഇവർ കഴിച്ചതിന്റെ ബാക്കിയൊക്കെ എടുത്തോണ്ട് പോകാനായിട്ട് നോക്കുകയാണ്. എന്നാൽ കുറച്ചധികം പാത്രം ഉള്ളത് കൊണ്ട് തന്നെ അത് കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ സഹായിക്കാന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ആ ലേഡിയുടെ കൂടെ ആ പാത്രം എടുത്തിട്ട് ആ ലേഡിയുടെ കൂടെ തന്നെ പോകും. അങ്ങനെ ആ ലേഡിയും നമ്മുടെ ഹീറോയിനും കൂടെ അടുത്ത ഫ്രൂട്ട്സ് ഫില്ല് ചെയ്യാനായിട്ട് വന്നേക്കാണ്. ആ സമയം ആ ലേഡി പറയും, അവിടെ കാണുന്ന ലേഡികളെ പോലല്ല നിങ്ങൾ വ്യത്യസ്തയാണ്. ആ ലേഡികളൊന്നും ഒരു മനസാക്ഷി ഇല്ലാത്ത ആൾക്കാരാണ്. പക്ഷെ നീ എന്നെ സഹായിച്ചില്ലേ, അത് വലിയൊരു കാര്യമാണ്. ഹീറോയിൻ അങ്ങനെ ഒന്നും ഇല്ലാന്ന് പറയുമ്പോൾ ആ ലേഡി ഹീറോയിന്റെ തലയിലെ മുടി ശ്രദ്ധിക്കും. അവളുടെ മുടി ഡ്രൈ ആണ്. മോളെ, അത് ട്രീറ്റ്മെന്റ് എടുക്കണം. ഇവിടുത്തെ ആ ലേഡിമാരൊക്കെ എന്തോ ഒരു ട്രീറ്റ്മെന്റ് എടുക്കും. ആ ട്രീറ്റ്മെന്റ് എടുത്താൽ മുടി അടിപൊളിയാവുമെന്ന് ഹീറോയിനോട് പറയും. പക്ഷെ ഹീറോയിൻ അതിനൊന്നും സമയമില്ല. അവൾക്ക് വർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ആ സ്ട്രെസ് ഒക്കെ ഉണ്ട്. എന്തായാലും എത്ര സ്ട്രെസ് ഉണ്ടെങ്കിലും ഒരു ദിവസം 1 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നത് നല്ലതാണ്. വർക്കൗട്ട് ചെയ്യാനായിട്ടും പിന്നെ ബോഡി കെയർ ചെയ്യാനായിട്ടും എല്ലാത്തിനുമായിട്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ ഫാമിലോട്ട് പോകുമ്പോൾ ദുഃഖിക്കേണ്ടി വരും. ഈ ലേഡിയും ഹീറോയിനും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഹീറോന്റെ അമ്മ അങ്ങോട്ട് വരും. ഹീറോന്റെ അമ്മ വന്നിട്ട് ആ ലേഡിയെ പറഞ്ഞു വിടും. ഹീറോയിനോട് സംസാരിക്കും. നീ ഇന്ന് ഡിന്നറിന് കാണുമെന്ന് ഹീറോയിനോട് ചോദിക്കും. ഹീറോയിൻ എന്ത് പറയണമെന്ന് അറിയത്തില്ല. പക്ഷേ ഈ അമ്മ പറയും, ഞാൻ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് പോയി എടുക്കണമെന്ന്. അതെന്താ പോയി എടുക്കേണ്ട കാര്യം, അവർ ഇങ്ങോട്ട് കൊണ്ടുവരത്തില്ല എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും, അതെനിക്ക് വീട്ടിൽ അറിയാത്ത ആൾക്കാർ വരുന്നത് ഇഷ്ടമല്ല എന്ന്. ഹീറോയിനെ നൈസിന് അങ്ങ് തഴഞ്ഞു. മനസ്സിലായോ? ഹീറോയിൻ അത് മനസ്സിലായി അമ്മ എന്താണ് ഉദ്ദേശിച്ചതെന്ന്. ഹീറോയിൻ വീട്ടിൽ വരുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല. എന്നാൽ പിന്നെ നമുക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് മാറിപ്പോകാൻ നിൽക്കുമ്പോൾ ഈ അമ്മ വിളിക്കും, നമുക്ക് ഇന്ന് കാണാൻ പറ്റിയില്ല, അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റിയില്ല, കാരണം കുറെ ആൾക്കാർ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം ഞാൻ നിനക്ക് തീയതിയൊക്കെ അയച്ചു തരാം, അന്ന് നമുക്ക് കാണാമെന്ന് പറയും. എന്തായാലും ഹീറോയിൻ ഇതും കേട്ടിട്ട് അവിടെ നിന്ന് മാറിപ്പോകും. അവൾ വീട്ടിൽ പോകും. കാരണം ഈ ലേഡിയുടെ സ്വഭാവം അത്ര ശരിയല്ല. ഒരു മനുഷ്യനോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഇവര് വലിയൊരു സംഭവമാണെന്നും ബാക്കിയുള്ള ആൾക്കാരൊക്കെ മോശപ്പെട്ട ആൾക്കാരും അങ്ങനെ ഒരു ഇതിലാണ് ഇവർ പെരുമാറുന്നത്. പിന്നീട് ഹീറോയിൻ കമ്പനിയിൽ പോകും വർക്ക് ചെയ്യാനായിട്ട്. അവിടെ ചെല്ലുമ്പോൾ അവളുടെ ബോസ് അവളെ വിളിച്ചിരുത്തും. ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ 3 വർഷം ഈ കമ്പനിയിൽ ജോലി ചെയ്യുവാണെങ്കിൽ, സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് ജോലി ചെയ്യുവാണെങ്കിൽ അവൾക്ക് എക്സ്പീരിയൻസ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് 3
വർഷത്തെ എക്സ്പീരിയൻസ് ആയി, എന്നാൽ അവളെ ഹോസ്റ്റേജ് ആക്കുന്നില്ല, വേറെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്, അതെന്താണെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നില്ല. ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമോ അവിടുത്തെ ഹോസ്റ്റ് ആവാനായിട്ട്. ഞാനേ മുമ്പിൽ വെച്ച് ഹോസ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, അത് തെറ്റാണ് കേട്ടോ, ഹോസ്റ്റ് ആണ്. എനിക്കിനി മാറ്റി പറയാൻ വയ്യ. ഞാൻ ചിന്തിക്കുന്നത് വേറെ പറയുന്നത് വേറെ, എന്താണോ എന്തോ. എന്തായാലും കഥയിലോട്ട് വന്നാൽ ഹീറോയിൻ ആകെ വിഷമപ്പെട്ടിട്ട് അയാളോട് പറയും, ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമോ ഹോസ്റ്റ് ആവാനായിട്ട്. രാവും പകലും ഞാൻ പണിയെടുത്തിട്ടുണ്ട്. കുക്കിംഗ് പഠിക്കാനായിട്ട് ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമോ. ഞാൻ എൻ്റെ സ്വന്തം സാലറിയിൽ നിന്ന് എടുത്തിട്ടാണ് കുക്കിംഗ് പഠിച്ചത്. ഈ 3 വർഷത്തിന് ശേഷം നിങ്ങൾ എന്നോട് എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? അതിനെന്തെങ്കിലും കാരണമുണ്ടോ? ഇതെനിക്ക് അറിഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ അയാൾ പറഞ്ഞു കൊടുക്കും എന്താ കാരണമെന്ന്. ഈ ഒരു ഷോ നടത്തുന്നില്ലേ, ഹീറോയിൻ്റെ ഷോ, ആ ഷോ നടത്തുന്ന വേറെ കുറെ ആൾക്കാരുണ്ട്. ആ ആൾക്കാർ വേറൊരാളെയാണ് ഹോസ്റ്റ് ആക്കി എടുത്തത്. അത് വേറെ ആരുമല്ല, ആ അഹങ്കാരിയാണ്. അഹങ്കാരിനെയാണ് ഹോസ്റ്റ് ആക്കി എടുത്തത്. ഹീറോയിൻ ഇത് കേൾക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. അവൾ ഒരുപാട് കഷ്ടപ്പെട്ടു, ഉറക്കം പോലും കളഞ്ഞിട്ടാണ് കഷ്ടപ്പെട്ടത്. എന്നിട്ട് അവളോട് ഇവരിങ്ങനെയാണ് ചെയ്തത്. 3 വർഷത്തിന് ശേഷം ഹീറോയിന് ഹോസ്റ്റ് ആക്കാന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു, എന്നാൽ ആക്കിയിട്ടില്ല. അവൾ വിഷമപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അവൾ വിഷമിച്ച് പോകുന്ന സമയത്ത് അവളുടെ ഫോണിലോട്ട് ഒരു മെസ്സേജ് വരും. അയച്ചത് ഹീറോയിൻ്റെ അമ്മയാണ്. നമുക്കൊന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് ഹീറോയിൻ കാണാൻ പറ്റുമെന്ന് പറയും. അതിനു മുമ്പ് ഹീറോയിൻ ഒരു ഹെയർ സലൂണിൽ പോകുന്നുണ്ട്. അവളുടെ മുടിയെല്ലാം ട്രൈ ചെയ്യാന്ന് പറഞ്ഞതല്ലേ, അതുകൊണ്ട് തന്നെ ഒരു ഫുൾ ട്രീറ്റ്മെന്റ് തന്നെ അവൾ എടുക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അവിടുത്തെ ആളിനോട് ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് പറയും. ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് അമ്മേനെ കാണാനായിട്ട്, അമ്മയല്ല ഹീറോന്റെ അമ്മയാണ്, ഹീറോന്റെ അമ്മേനെ കാണാനായിട്ട് ഒരു റെസ്റ്റോറന്റിൽ പോകും. ഹീറോയിൻ വന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ അമ്മ വരുന്നത്. ഈ അമ്മ വന്നിട്ട് ഹീറോയിനോട് സംസാരിക്കുമെന്ന് നോക്കിയാൽ ഇല്ല, ഈ അമ്മേനെ കാണാനായിട്ട് വേറെ കുറച്ച് കൂട്ടുകാരികൾ വരും. ആദ്യം ഒരു കൂട്ടുകാരി വരും. അവർ കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കും. അത് കഴിഞ്ഞ് രണ്ടാമത് വേറൊരു കൂട്ടുകാരി കൂടെ വരും. അതൊരു ലോയർ ആണ് കേട്ടോ, ഹീറോയിന്റെ പ്രായമുള്ളവർക്ക്. അവരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരിക്കും. ഹീറോയിൻ അവിടെ ഉണ്ടെന്ന് പോലും പരിഗണിക്കാതെ അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. ഹീറോയിൻ ഇത്രയും താങ്ങി പിടിച്ച് അവിടെ ഇരിപ്പുണ്ട്. ആർക്കാരെന്നാലും ദേഷ്യം വരത്തില്ലേ, മൈൻഡ് ചെയ്യാതിരുന്ന് സംസാരിച്ചല്ലേ. അവളെ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? അവരവരുടെ സമയത്തിന് വിലയില്ലേ? ഇതൊന്നും ഒട്ടും ശരിയല്ല, വെച്ച് ഇടിച്ചു കൊടുക്കണം. അങ്ങനെ കുറെ നേരത്തിന് ശേഷം 3 കൂട്ടുകാരികളുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് ഹീറോയിനുമായിട്ട് സംസാരിക്കുന്നത്. എന്നിട്ട് അവര് മാനിയായിട്ടൊന്നുമല്ല സംസാരിക്കുന്നത്. ഹീറോയിനോട് ചോദിക്കും, ഇപ്പം വന്ന ആ സ്ത്രീ എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഹീറോയിന്റെ പ്രായമാണ്, അതല്ല അവർ ലോയറാണ്, നിന്നെക്കാട്ടിയും ഉയർന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉള്ളപ്പോൾ നിന്നെ കൊണ്ട് എങ്ങനെ എൻ്റെ മോൻ്റെ ഭാര്യയായിട്ടിരിക്കാൻ പറ്റും? നിന്നെ കൊണ്ട് കഴിയോ? ഇത്രയും കഴിവുള്ള പെൺകുട്ടികളുള്ളപ്പോൾ നിന്നെ ഞാൻ അവന് കെട്ടിച്ചു കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? നീ എത്ര കഴിവുള്ള മനുഷ്യനാണോ? ഈ വന്ന് സംസാരിച്ച ആൾക്കാരൊക്കെ കണ്ടോ? അവരൊക്കെ നല്ല സ്ട്രെസ് ഇല്ലാതെയാണ് സംസാരിച്ചത്. എങ്ങനെ ഫ്രീ ആയിട്ടാണ് അവർ സംസാരിച്ചത്. എന്നാലും നീയോ, ഞാൻ ഇത്രയും നിന്നെ ഉപദ്രവിച്ചിട്ടും നീ ഒരു വാക്ക് തിരിച്ചു പറഞ്ഞില്ല. എല്ലാം ഇപ്പോഴും മാനിയായിട്ടാണ് നീ പെരുമാറുന്നത്. നിന്നെ കൊണ്ട് എൻ്റെ മോൻ്റെ ഭാര്യയാവാൻ പറ്റത്തില്ല എന്ന് അവർ പറയും. അതുമല്ല, ഹീറോയിനോട് അവനുമായിട്ട് ബ്രേക്കപ്പ് ചെയ്യാൻ പറയും. ഇതും പറഞ്ഞിട്ട് ഈ അമ്മ അവിടെ നിന്ന് എണീറ്റ് പോകും. ഹീറോയിൻ അവരെ വിളിച്ചിട്ട് പറയും, ഞാൻ ഒരിക്കലും ബ്രേക്കപ്പ് ചെയ്യത്തില്ല, എനിക്ക് അവനെ ഇഷ്ടമാണ്, അവൻ എന്നെ ഇഷ്ടമാണ്, അത് നമ്മുടെ ഇടയിലുള്ള തീരുമാനമാണ്, നിങ്ങൾ ഇതിൽ ഇടപെടണ്ട, ഞാൻ അവനെ തന്നെ കിട്ടുമെന്ന് പറയും. അമ്മ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അതുമല്ല, ഹീറോയിൻ ഈ അമ്മയായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഹീറോയിൻ്റെ പേരൻസ് ഒക്കെ ഏതോ ഒരു യൂണിവേഴ്സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഭാവിയിൽ കണ്ടത് ഹീറോയിൻ അച്ഛനെയും അമ്മയും ആ യൂണിവേഴ്സിറ്റിയിലെ ടീച്ചേഴ്സാണെന്ന് പറഞ്ഞു വിളിച്ചോണ്ട് വന്നത്. ഹീറോയിൻ അച്ഛനെയും അമ്മയും പറ്റി പറഞ്ഞപ്പോൾ നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ച് കുട്ടികൾ നമ്മുടെ ഹീറോയിൻ കുട്ടിയായിരുന്ന സമയത്ത് നിനക്ക് അച്ഛനില്ല, നീ തെരുവിലെ കുട്ടിയാണ്, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാകുന്നുണ്ട്. ഹീറോയിൻ ആണെങ്കിൽ കരഞ്ഞിട്ട് പറയും, എൻ്റെ അച്ഛനും അമ്മയും പുറത്ത് പണിക്ക് പോയതാണ്, ഒരിക്കലും എനിക്ക് അച്ഛനും അമ്മയും ഇല്ലാത്തതല്ലാന്ന്. എന്നാൽ ഇതെന്ത് കുട്ടികളാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇതിനൊന്നും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് വേറെ ആൾക്കാരൊന്നും ഇല്ലേ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങൾ ഒരാളെ കളിയാക്കുവാണെങ്കിൽ നിങ്ങളിൽ ഇരിക്കുന്ന സാധനം നഷ്ടപ്പെട്ടു പോവോ എന്നുള്ളൊരു പേടി നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? എനിക്ക് നല്ല രീതിയിൽ വരും. ഞാൻ ആരെയും കളിയാക്കാൻ പോകത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു കാര്യം പറഞ്ഞിട്ട് അവരെ കളിയാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യം ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും, എന്തായാലും നഷ്ടപ്പെട്ടു പോകും. അതൊരു പ്രകൃതി നിയമമാണ്. നോക്കിയും കണ്ട് ജീവിച്ചില്ലെങ്കിൽ എപ്പോഴാ പണി കിട്ടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ആ അമ്മ പോയതിന് ശേഷം ഹീറോയിൻ അവിടെ കൂളായിട്ടിരുന്ന് വെള്ളം കുടിക്കുകയാണ്. എന്തോ നമ്മളിപ്പോൾ ഫ്ലാഷ് ബാക്ക് ഒക്കെ കണ്ടല്ലോ, ഇനി നമ്മൾ പ്രസന്റിലോട്ട് പോകാൻ പോവാണ്. നമ്മൾ ആദ്യം കണ്ട സീന്റെ ബാക്കി. ഹീറോയിന്റെ അമ്മ അവിടെ ഇരിപ്പുണ്ട്. അന്ന് അവര് വന്നപ്പോൾ ഇവരെല്ലാവരും ഒരു ഫാമിലി ഫോട്ടോ എടുത്തായിരുന്നു. ഹീറോയിന്റെ അച്ഛൻ, അമ്മ, അവൾ വാടക എടുത്ത അച്ഛനും അമ്മയും, പിന്നെ ഇവരുടെ ഫാമിലി ആയിട്ട് നിൽക്കുന്ന ഫോട്ടോ. ഈ അമ്മ ഫോട്ടോയിൽ നോക്കി എന്തോ സംശയപ്പെട്ടിരിക്കുകയാണ്. ഇത് കാണുന്ന അവരുടെ ഭർത്താവ് വന്ന് ചോദിക്കുക, എന്താ പറ്റിയ, എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്. എന്നാൽ ഈ അമ്മയ്ക്ക് ഇപ്പോഴും ഡൗട്ട് മാറിയിട്ടില്ല. അത് പറയുമ്പോൾ അച്ഛൻ പറയും, ചിലപ്പോൾ നിന്റെ തോന്നലായിരിക്കും, അതൊന്നും അങ്ങനെ ആയിരിക്കത്തില്ല, അവരുടെ സംസാരം തന്നെ നിങ്ങൾ കേട്ടതല്ലേ, എന്താ അടിപൊളിയായിട്ടാണ് സംസാരിക്കുന്നത്, അപ്പൊ അവർ അത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മനുഷ്യരാണ്, അതുകൊണ്ട് നമ്മൾ അവരെ സംശയിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവിടെ നിന്ന് മാറിപ്പോകും. അമ്മയ്ക്ക് അത് ശരിയാണെന്ന് തോന്നും. ഇനിയിപ്പോൾ അമ്മയ്ക്ക് തോന്നിയതാണെങ്കിലോ. പിന്നീട് നമ്മളെ കാണിക്കുന്നത് ഹീറോയും ഹീറോയിന്റെ അച്ഛനും പിന്നെ വേറെ കുറെ ആൾക്കാരും കമ്പനി മീറ്റിംഗ് നടത്തുന്നതാണ്. ഇവർ വേറൊരു കമ്പനിയായിട്ട് കൊളാബ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, വേറെ ഏതൊരു വലിയ കമ്പനിയായിട്ട് അറിയില്ല. പക്ഷെ ഹീറോ അതിൽ അഭിപ്രായം പറയുന്നില്ല. ബാക്കിയുള്ള ആൾക്കാരൊക്കെ കൊളാബ് ചെയ്യാനായിട്ട് പറയും. പിന്നീട് ഹീറോന്റെ അച്ഛൻ വന്ന് കാണും. അച്ഛൻ ചോദിക്കും, എന്താ നീ മീറ്റിംഗിൽ വെച്ചൊന്നും പറയാത്തത്, എന്തെങ്കിലും എതിർപ്പുണ്ടോന്ന്. എന്നാൽ ഹീറോ പറഞ്ഞു കൊടുക്കും, അവൻ ശ്രദ്ധിച്ചപ്പോൾ ഈ കമ്പനി ഈ ഇടയ്ക്ക് പൊട്ടിമുളച്ച് വന്നതാണ്, അതിനു മുമ്പ് അങ്ങനെ ഒരു കമ്പനീനെ കേട്ടിട്ടില്ല. അതുമല്ല, അവര് കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്തോ ഒരു ആക്സിഡന്റ് പറ്റി, അത് അവർ മറച്ചു വെക്കാൻ നോക്കി.
ഹീറോയ്ക്ക്. അപ്പോൾ അവർ നല്ലൊരു കമ്പനി അല്ല, ആ കമ്പനിക്ക് എന്തൊക്കെയോ ഒരു പ്രശ്നമുള്ളതുപോലെ ഹീറോയ്ക്ക് തോന്നുന്നുണ്ട്. അത് അച്ഛനോട് പറയുമ്പോൾ അതങ്ങനെയൊന്നുമില്ല, ഇനി നോക്കി ചെയ്താൽ മതി, പിന്നെ എൻ്റെ കാലശേഷം ഈ കമ്പനിയെല്ലാം നിനക്കാണ്, അതുകൊണ്ട് തന്നെ ഓരോ തീരുമാനങ്ങളും അത്ര പോയിന്റിലായിരിക്കണം എടുക്കേണ്ടത്, ഇല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ് ഹീറോയിനെ ഉപദേശിക്കും അച്ഛൻ. പിന്നീട് ഹീറോയിന്റെ കുക്കിംഗ് ഷോ ആണ് കാണിക്കുന്നത്. അതിൽ ഹോസ്റ്റ് ആവാനായിട്ടാണ് ഹീറോയിൻ ആഗ്രഹിക്കുന്നത്, എന്നാൽ ആവാൻ പറ്റിയില്ല. അവളന്ന് വിവാഹം ആലോചിക്കാൻ വന്നപ്പോഴും ഒന്നും കൂടെ റിക്വസ്റ്റ് ചെയ്തില്ലായിരുന്നു, എന്നാൽ അത് കിട്ടിയിട്ടില്ല. ആ കുക്കിംഗ് ഷോ കഴിയുമ്പോൾ ഹീറോയിൻ വെള്ളമായിട്ട് ആ അഹങ്കാരിയുടെ അടുത്ത് ചെല്ലും, എന്നാൽ അഹങ്കാരി മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോകും. അവൾക്ക് ഭയങ്കര അഹങ്കാരമാണ്. പിന്നെ അവിടെ ഒരു മുത്തപ്പൻ ഉണ്ടായിരുന്നു, ആ മുത്തപ്പന് കൊണ്ടുവന്ന് വെള്ളം കൊടുക്കും. ആ മുത്തപ്പനാണ് ഇന്റർവ്യൂവിനായിട്ട് വന്നത്. മുത്തപ്പന് ഹീറോയിനായിട്ട് നല്ല കമ്പനിയിലാണ് സംസാരിക്കുന്നത്. അങ്ങനെ വേണം മനുഷ്യർ സംസാരിക്കാനായിട്ട്. മുത്തപ്പ ചോദിക്കും, നീ രാത്രിയൊന്നും ഉറങ്ങാറില്ലേ കുഞ്ഞ്? നീ ഏത് ടൈമും എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാൻ നിനക്ക് രാത്രി മെസ്സേജ് അയച്ചപ്പോൾ നീ അപ്പം തന്നെ റിപ്ലൈ തന്നു, നീ എപ്പോഴാണ് ഉറങ്ങുന്നത്? 24 മണിക്കൂർ പണിയെടുക്കുകയാണോന്ന്. എന്നാൽ ഹീറോയിൻ പറയും, അതെന്റെ പണിയുടെ ഒരു ഭാഗമാണ്, കാരണം 24 മണിക്കൂർ അങ്ങനെ ആക്റ്റീവായിട്ട് ഇരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഓരോ അവസരവും നഷ്ടപ്പെട്ടു പോകുമെന്ന്. ആ സമയം ഹീറോയിന്റെ ഫോണിലോട്ട് ഒരു മെസ്സേജ് വരും. അയച്ചത് അമ്മയാണ്, ഹീറോന്റെ അമ്മയാണ്. ഹീറോന്റെ അമ്മ അവളെ കാണാനായിട്ട് ഒരു അഡ്രസ്സ് അയച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ അവൾ ടാക്സി വിളിച്ച് അവിടെ ചെല്ലും. ട്രാഫിക് ജാം ആയതുകൊണ്ട് തന്നെ കുറച്ച് താമസിച്ചു. ഈ അമ്മയാണെങ്കിൽ കുറച്ച് നേരമായിട്ട് അവിടെ വെയിറ്റിംഗിലായിരുന്നു. കൂട്ടുകാരികളും ഉണ്ട്. എന്തായാലും ഇവരെല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് പോയിട്ട് പുതിയൊരു അപ്പാർട്ട്മെന്റിന്റെ അല്ല, ഈ അപ്പാർട്ട്മെന്റുകളുള്ള വലിയൊരു ഫ്ലാറ്റ് വാങ്ങാനായിട്ട് തീരുമാനം എടുക്കുന്നുണ്ട്. അന്ന് ഈ അമ്മ പറഞ്ഞിട്ട് ഹീറോയിൻ ബ്രേക്കപ്പ് ചെയ്തില്ലല്ലോ. ഇപ്പൊ ഹീറോയിനും ഒന്നും കൂടെ ഒരുമിച്ചു, നല്ല ബോണ്ടായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോനെ പറ്റിച്ചിട്ട് ഹീറോയിനെ ഒഴിവാക്കാൻ ഈ അമ്മയ്ക്ക് പറ്റില്ല. അവിടെ നിൽക്കുന്ന ആ ലേഡി ചോദിക്കും, സ്റ്റാഫായിട്ടുള്ള ലേഡിയെ, ഇത് ആർക്കാണ് ഈ അപ്പാർട്ട്മെന്റ് വാങ്ങുന്നതെന്ന്. അങ്ങനെ ഈ അമ്മ ഹീറോയിനെ നോക്കും. ആ ലേഡിക്ക് മനസ്സിലാവും ഹീറോ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണെന്ന്. അതുകൊണ്ട് തന്നെ ആ ബഹുമാനത്തോടെയാണ് ആ സ്റ്റാഫ് സംസാരിക്കുന്നത്. ഈ ഫ്ലാറ്റിനെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കും. ഹീറോയിൻ ചോദിക്കും, നിങ്ങൾ മാത്രമായിട്ട് ഈ അപ്പാർട്ട്മെന്റ് എന്തിനാണ് വാങ്ങുന്നത്? ഇത് ഹീറോയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് വാങ്ങുന്ന അപ്പാർട്ട്മെന്റ് ആണ്. എന്നാൽ ഹീറോയിനോട് പോലും പറഞ്ഞിട്ടില്ല, അവന്റെ ടേസ്റ്റ് കൂടെ നോക്കണ്ടേ. അത് ഹീറോയിൻ ചോദിക്കുമ്പോൾ അവിടെ നിൽക്കുന്ന കൂട്ടുകാരി ലേഡിയും ഈ അമ്മയും പറയും, അതൊരിക്കലും ശരിയാവത്തില്ല, നിങ്ങളൊക്കെ കുട്ടികളാണ്, നിങ്ങൾക്ക് നല്ല വീട് നോക്കിയെടുക്കാൻ അറിയത്തില്ല എന്ന്. അങ്ങനെ ഈ ലേഡീസ് അമ്മയും കൂട്ടുകാരിയും കൂടാണ് വീട് നോക്കുന്നത്. അതിന്റെ ഇടയിൽ തന്നെ ഹീറോന്റെ അമ്മ ഒരു പണി ഒപ്പിക്കും. ഹീറോയിന്റെ അച്ഛൻ ഈ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛൻ അത്ര അറിവുണ്ടെങ്കിൽ മോൾക്ക് അതിന്റെ ഒരു ഭാഗമൊക്കെ എവിടെയെങ്കിലും കിട്ടി കാണത്തില്ലേ. എന്നാൽ പിന്നെ നീ സെലക്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന കുറച്ച് ചാർട്ട് എടുത്ത് കൊടുക്കും. അതിന്റെ ഈ ബേസ്മെന്റിന്റെ ഫോട്ടോ ഇല്ലേ, ആർക്കിടെക്ചറായിട്ട് വരച്ചിട്ടുള്ള, അതെടുത്ത് കൊടുക്കും. ഹീറോയിൻ അത് നോക്കി എന്ത് പറയണമെന്ന് അറിയാൻ പാടില്ല, അതങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും ഹീറോ അങ്ങോട്ട് കയറി വരുന്നത്. ഹീറോയിൻ പോയ ടാക്സിക്കാരൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് ഹീറോയിന്റെ അഡ്രസ്സ് മനസ്സിലാക്കി ഇങ്ങോട്ട് വന്നത്. അമ്മ ചോദിക്കും, ഹീറോയിൻ പറഞ്ഞു തന്നതാണോ ഈ സ്ഥലം? അല്ലെന്ന് പറയും. അതുമല്ല, ഹീറോയ്ക്ക് കുറച്ച് തിരക്കുണ്ട്. അമ്മയോടൊരു കാര്യം പറയും, നിങ്ങൾ ഈ ഫ്ലാറ്റ് നോക്കണ്ട, ഞാൻ ഓൾറെഡി ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചു നമ്മുടെ കല്യാണശേഷം ജീവിക്കാനായിട്ട്. അത് ഞാൻ ഹീറോയിന് സർപ്രൈസ് കൊടുക്കാനായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തൊന്നും പറയാതിരുന്നത്. ഇപ്പൊ നിങ്ങൾ ഫ്ലാറ്റ് നോക്കണ്ട, ബായ് അമ്മ എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് ഒരു മുത്തവും കൊടുത്തിട്ട് ഹീറോയിനെയും വിളിച്ച് അവിടെ നിന്ന് പോകും. പിന്നീട് ഹീറോയിനും കൂടെ ഹീറോ പ്ലാന്റ് ഒക്കെ നടന്നൊരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ വരും. അവിടെ വന്നിട്ട് ഹീറോയിന് വേണ്ടിയിട്ട് എന്തോ ഒരു കഴിക്കാനുള്ള സാധനം ഉണ്ടാക്കുന്നുണ്ട്. അത് ഹീറോയിന് കൊടുക്കും. ഹീറോയിൻ കഴിച്ച് നോക്കിയിട്ട് കൊള്ളാം. ഹീറോയിനോട് ഹീറോ ചോദിക്കും, നീ ഓഫീസിൽ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് കേട്ടല്ലോ, ആരുമായിട്ടൊക്കെ മത്സരിക്കുന്നത് പോലെ നീ അഹങ്കാരിയായിട്ട് മത്സരിക്കുന്നില്ലേ? അഹങ്കാരിക്ക് ഫാമിലി സപ്പോർട്ട് ഉണ്ട്, അതുകൊണ്ടാണ് അവൾ ഹോസ്റ്റ് ആയത്. എന്നാലും നിനക്ക് ഫാമിലി സപ്പോർട്ടൊന്നുമില്ല, ഞാൻ നിനക്ക് വേണ്ടി സപ്പോർട്ട് കേട്ടോ, ഞാൻ അവരോട് സംസാരിക്കാം, അവർ നിന്നെ ഹോസ്റ്റ് ആക്കുമെന്ന്. എന്നാൽ ഹീറോയിൻ പറയും, അതിന്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് എന്റെ കഴിവിൽ വിശ്വാസമുണ്ട്, ഒരു നാൾ ഞാൻ എന്റെ കഴിവ് കൊണ്ട് തന്നെ ഞാൻ ഹോസ്റ്റായിട്ട് മാറും, അതുകൊണ്ട് എന്റെ കഴിവിൽ വിശ്വസിക്കുക, നിങ്ങൾ എന്നെ സഹായിക്കേണ്ടെന്ന് പറയും. അതല്ല, സഹായിക്കാന്ന് പറഞ്ഞതല്ലേ, അതുകൊണ്ട് തന്നെ അതിന് നന്ദി പറയും. അതുപോലെ തന്നെ ഹീറോയ്ക്ക് ഹീറോയിന്റെ കഴിവിൽ വിശ്വാസമുണ്ട്. ഹീറോയിൻ ചോദിക്കും, എനിക്ക് ഈ സാധനം ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് പഠിപ്പിച്ചു തരുമെന്ന്. ഈ കഴിക്കുന്ന സാധനം ഇല്ലേ, അതാണ് ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ വിളിച്ച് അത് പഠിപ്പിച്ചു കൊടുക്കും. റൊമാൻറ്റിക് ആയിട്ടാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഈ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് അവളുടെ മനസ്സിലോട്ട് വരുന്നത്, അവൾ ഈ സ്നേഹം അർഹിക്കപ്പെടുന്നുണ്ടോ, അവൾ ചെയ്യുന്നത് തെറ്റാണോ എന്നൊക്കെയാണ്. എന്തായാലും ഇവർ രണ്ടുപേരും കൂടെ കുക്കിംഗ് ചെയ്യുന്നതായിട്ട് കാണിച്ചുകൊണ്ട് രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. അതിനു മുമ്പ് ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തവർ ഹൈപ്പ് ചെയ്തോളൂ. അപ്പോൾ ഓക്കെ, ബൈ.